ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ദൈവീകമായ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം നമ്മളെല്ലാവരും വിചാരിക്കുന്നത് ഒരു മിറക്കിളായിട്ട് വന്നാലേ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുള്ളൂ എന്നാണ്. പക്ഷെ അത് അല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഒരു പ്രയാസവും കൂടാതെ ഇപ്പോഴും ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ഒരു കൃപ തന്നെയാണ്. കാരണം നമ്മൾ ജയിക്കുന്നു. പക്ഷേ ആ ഒരു കൃപ നിലനിൽക്കെ തന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനേക മിറക്കിൾസ് തോന്നിയിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും ഇന്നും എന്നെ രോമാഞ്ചം കൊള്ളിക്കുന്ന ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അന്ന് ഞാൻ ജോലി ചെയ്യുന്നത് ബോംബെയിലാണ്. അപ്പോൾ ബോംബെയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 19-20 വയസ്സൊക്കെ ഉള്ള സമയത്താണ് ബോംബെക്ക് പോകുന്നത്. ഫസ്റ്റ് ജോലി കിട്ടി ബോംബെക്കാണ് പോകുന്നത്. ബോംബെയിൽ പോയപ്പോൾ അന്ന് ഞങ്ങൾ ചെല്ലുന്നത് ഒരു ഓഗസ്റ്റ് മാസത്തിലാണ്. അപ്പം ഡിസംബർ മാസം ന്യൂ ഇയർ അന്ന് ഡിസംബർ 31 ബാങ്കിൻ്റെ ക്ലോസിങ്. അപ്പോൾ ആ ക്ലോസിങ് കഴിഞ്ഞാൽ അത് ഒരു 12 മണിക്കൊക്കെ ആയി, 12-1 മണിയൊക്കെ സമയമായി ക്ലോസിങ് തീർന്നപ്പോൾ. അപ്പോൾ കുറച്ച് സ്റ്റാഫുകൾ കൂടി ഞങ്ങൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ പോയി നമുക്ക് ന്യൂ ഇയർ സെലിബ്രേഷൻ കാണാം എന്ന് പറഞ്ഞു. അപ്പം ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാമൂഹ്യ പാഠത്തിൽ പഠിച്ച സോഷ്യൽ സ്റ്റഡീസിൽ പഠിച്ചിട്ടുള്ളതാണല്ലോ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. അത് നേരിട്ട് കാണാൻ ഞങ്ങൾ അന്ന് ഒരു 2-3 മാസമായിട്ടുള്ളൂ, പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് ഈ സമയത്ത് പോവുകയാണെങ്കിൽ നല്ല ഇല്യൂമിനേഷൻ, നല്ല അലങ്കാര സംരക്ഷണമായിട്ടുണ്ടാകും എന്നുള്ള പറഞ്ഞപ്പോൾ എല്ലാവരോടും ഞങ്ങളൊരു 5-6 പേര് കൂടി പോകാനായിട്ട് തയ്യാറായി. അപ്പോൾ കുറച്ച് ദൂരം നടന്നു പോകണം. അങ്ങനെ നടന്നു പോകുമ്പോൾ വഴിക്കൊക്കെ ഒത്തിരി അലങ്കാരങ്ങളൊക്കെ ഉണ്ട്, ഇല്യൂമിനേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അടുത്തെത്തി. അപ്പോൾ കണ്ടപ്പോൾ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി അത് കണ്ടു. ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു. പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു തിരക്ക് വന്നിട്ട് ഞാൻ എങ്ങനെയോ ഒരു ഗ്രൂപ്പിൻ്റെ ഇതിലേക്ക് പെട്ടുപോയി. എൻ്റെ കൂടെ വന്ന 6 പേരിൽ 5 പേരും പല സ്ഥലത്തേക്കായിട്ട് പോയി. ഞാനൊരു സ്ഥലത്ത് വന്ന് ഒരു ഗ്രൂപ്പിലായി പോയി. ഒരു 250 പേര് കൂടുന്ന ഒരു ഗ്രൂപ്പായിട്ട് വന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് മറ്റവരെ നോക്കുന്നു. കാരണം എൻ്റെ കൂടെ വന്നവരെ നമുക്ക് സ്ഥലമൊന്നും വലിയ പരിചയമില്ല. അപ്പോൾ അവരെ കാണാനില്ല. അപ്പോൾ ഞാൻ അവിടെ വെപ്രാളപ്പെട്ടു, കാരണം വിഷമായി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 250 പേരുണ്ട് ഞങ്ങളിങ്ങനെ കൂടിയേക്കണം. അവരെന്ന് വെച്ചാൽ എല്ലാവരും ഒത്തിരി ഭയങ്കര ജനസാന്ദ്രമാണ്, അവിടെ ഒത്തിരി ജനങ്ങളുണ്ട്. അപ്പോൾ 250 പേരുള്ള ആ ഗ്രൂപ്പ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിനെ മൊത്തം പോലീസ് അങ്ങ് വളഞ്ഞേക്കും. ഈ 250 പേരെ നിൽക്കുന്ന ആ ഗ്രൂപ്പിന് മൊത്തം പോലീസ് അങ്ങ് വളഞ്ഞു. എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അന്നും അറിയില്ല, ഇന്നും അറിയില്ല. പക്ഷേ അവിടെ 250 പേര് കൂടിയ ആ കൂട്ടത്തെ പോലീസ് അങ്ങ് വളഞ്ഞിട്ട് ഇവർ ലാത്തിച്ചാർജ് തുടങ്ങി. ലാത്തിച്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 പോലീസുകാർ, എനിക്ക് തോന്നുന്ന ഒരു 10-50 പോലീസുണ്ട്. ഇവരെയൊക്കെ അങ്ങനെ വളഞ്ഞിട്ട് നിൽക്കുന്ന ഓരോരുത്തരും ഇങ്ങനെ അടിക്കുവാണ്, ലാത്തി കൊണ്ട് നല്ല ഫോഴ്സായിട്ട് അടിക്കുന്നത്. അപ്പം അങ്ങനെ അടിച്ചടിച്ചപ്പോൾ അപ്പോൾ ഞാനിങ്ങനെ എങ്ങനെയോ ആ തിരക്ക് വന്നു ഞാൻ ഏകദേശം നടുക്കാൻ നിൽക്കുന്നത്. അപ്പം എനിക്കാകെ പേടിയും വെപ്രാളമൊക്കെ ആയി. അയ്യോ ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. അപ്പം ഇങ്ങനെ പോലീസുകാരടിക്കുന്നു. ആ അടി കൊണ്ട് ആദ്യത്തെ ആൾക്കാരൊക്കെ 1-2 അടി മേടിച്ചിട്ട് അങ്ങ് വീഴണ പോലെ കാണിച്ചു, അല്ലെങ്കിൽ പിന്നെ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വീണു. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് അങ്ങനെ അടിച്ചപ്പോൾ പിന്നെ വന്നപ്പോൾ എല്ലാവർക്കും തത്താൻ മനസ്സിലായി, ഒരടി കൊണ്ട് കഴിഞ്ഞാൽ വീണ് കഴിഞ്ഞാൽ പിന്നെ അടിക്കില്ല. അപ്പം അങ്ങനെ അടി കൊണ്ട് വന്നിട്ട് പിന്നെ നെക്സ്റ്റ് ആളെന്നുള്ളത് ഞാനാണ് ഇതിന് അടി കൊള്ളാനുള്ള ആള്. പക്ഷെ എന്നെ അടിക്കാനായിട്ട് ആ പോലീസുകാരൻ ലാത്തി ഇങ്ങനെ വീശിയിട്ട് പുള്ളി എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ആ വീശിയ ലാത്തി കൊണ്ട് ബാഹർ ജാവോ എന്ന് പറഞ്ഞു. അപ്പം പുറത്തേക്ക് പോകാനാ പറഞ്ഞത്. അപ്പം എന്നെ അടിച്ചില്ല എന്നുള്ളതാണ് സംഭവം. എന്നോട് ബാഹർ ജാവോ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത് എനിക്കറിയാം. കാരണം എല്ലാവരും ഇങ്ങനെ അടികൊണ്ട് കിടക്കുമല്ലേ. പിന്നെ ആൾക്കാർ ചവിട്ടാതെ കഷ്ടപ്പെട്ട് ഞാനിങ്ങനെ പോന്നു. പിന്നെയും അവരടി കണ്ടിന്യൂ ചെയ്തു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇന്നും അത് ഓർക്കുമ്പോൾ ഒരു ഇതുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു പോലീസ് ലാത്തിച്ചാർജ് എൻ്റെ ജീവിതത്തിൽ അന്നും പിന്നീട് ഞാൻ ലാത്തിച്ചാർജിൽ പെട്ടിട്ടുമില്ല, അതിനു മുമ്പും പെട്ടിട്ടില്ല. പക്ഷെ അതിങ്ങനെ നമ്മുടെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത്, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണാനുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് പോയത്. അതിനുശേഷം ഈ കൂട്ടുകാരെ കാണുന്നില്ല. പിന്നെ ആൾക്കാരോടൊക്കെ സ്ഥലമൊക്കെ അന്വേഷിച്ച് ഹിന്ദിയിലൊക്കെ അറിയാവുന്ന ഹിന്ദിയൊക്കെ പറഞ്ഞ് ആളെയൊക്കെ പഠിച്ച് സ്റ്റേഷനൊക്കെ കണ്ടു. തിരിച്ച് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വന്നു. പക്ഷെ അന്ന് മുതൽ ഞാനൊരു ഡിസിഷൻ എടുത്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാത്രി സമയത്ത് ഇതുപോലുള്ള സെലിബ്രേഷൻ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകരുത്.
അത് എനിക്ക് ദൈവം തന്ന ഒരു മെസ്സേജ് ആയിട്ടാണ് എടുത്തു. അതുകൊണ്ട് ഞാൻ അങ്ങനെ വളരെ പിന്നെ ഈ ഒറ്റപ്പെട്ട പോകുന്ന രീതിയിലേക്ക് പോയി. അന്നത്തെ എനിക്കിപ്പോഴും അറിയില്ല എന്തുകൊണ്ടാണ് ആ ഗ്രൂപ്പിനെ പോലീസ് ലാത്തിചാർജ് ചെയ്തതെന്ന് എനിക്ക് അന്നും അറിയില്ല, ഇന്നും അറിയില്ല അതിന്റെ സംഭവം എന്താണ്. പക്ഷെ അത് ഒരു ഭയങ്കര മിറക്കിളായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേജിൽ എനിക്കൊരു ഗുണപാഠം ദൈവം തരുന്നതോടൊപ്പം തന്നെ എനിക്ക് യാതൊരു തല്ലുകൊള്ളാതെ എന്നെ ക്ലീൻ ആയിട്ട് ആ പോലീസുകാരൻ ഇപ്പോഴും ആ ലാത്തി അടിക്കാൻ ഓങ്ങിയ ലാത്തി അതുകൊണ്ട് എന്നോട് പോകാനായിട്ട് പറയുകയാണ്, ബഗർ ജാവു എന്ന് പറഞ്ഞു. എന്നെ മാത്രം സെലക്ട് ചെയ്തിട്ട് ബാക്കിയുള്ളവരെ അടിച്ചു. ഞങ്ങള് ഗുജറാത്തില് ഫാമിലി ആയിട്ട് പോകുന്ന സന്ദർഭം, ബോംബെ വഴിയാണ് പോകുന്നത്. അപ്പം ബോംബെ ദാദറിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് ബോംബെ സെൻട്രൽ വരെ പോകണം. സെൻട്രൽ വരെ പോയിട്ട് വേണം അവിടെ നിന്ന് വേണം അടുത്ത ട്രെയിൻ പിടിച്ചിട്ട് ബറോഡയ്ക്ക് പോകാനായിട്ട്. അപ്പോൾ ബോംബെ പൊതുവേ ഒരു എല്ലാവരും പറ്റിക്കുന്ന ഒരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കാരണം നമ്മളുടെ പോക്കറ്റിൽ എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ മോഷ്ടിക്കും. അതുപോലെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പിടിച്ചു പറിക്കാനൊക്കെ യാതൊരു മടിയില്ലാത്ത ഒരു ടൈപ്പ് ആൾക്കാർ ഒത്തിരി ഉണ്ട് അവിടെ, ചില ഏരിയകളിൽ ഉണ്ട്. പ്രത്യേകിച്ചും ടാക്സി എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ചീറ്റിങ്ങിൻ്റെ ഒരു സമ്പ്രദായം തന്നെയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റ് ഒന്നും അവർ അല്ലായിരിക്കും, ഭയങ്കര ഭീമമായ റേറ്റൊക്കെ പറയും. അപ്പം ഞങ്ങളന്ന് ഒരു ദിവസം ഫാമിലി ആയിട്ടാണ്, ഞാനുണ്ട്, എൻ്റെ വൈഫുണ്ട്, 2 കുട്ടികളുണ്ട്. പിള്ളേർ ചെറുതാണ് കുട്ടികൾ. ഞങ്ങൾ ഫാമിലി ആയിട്ട് ബറോഡയ്ക്ക് പോകുന്ന സമയത്ത് ഈ ദാദറിൽ നിന്ന് ബോംബെ സെൻട്രലിലേക്ക് അധികം ദൂരമില്ല. ഇത് ഏകദേശം ഒരു 1996 സംഭവിക്കുന്നത്. അപ്പോൾ 96 എനിക്ക് തോന്നുന്നത്, ഞാനപ്പോൾ ഒരു ടാക്സിക്കാരനായിട്ട് ചോദിച്ചാൽ ഞങ്ങൾക്ക് ബോംബെ സെൻട്രലിൽ പോകണം എത്രയാണെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു അത് 250 രൂപയാവും എന്ന് പറഞ്ഞു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ആ 250 രൂപയുടെ വിലയൊക്കെ ആണെങ്കിൽ അന്ന് ആ 250 രൂപയൊന്നും ഇല്ല. അത് ഒരു 100 രൂപയ്ക്കൊക്കെ പോകുന്ന ഡിസ്റ്റൻസേ ഉള്ളൂ. പക്ഷേ എനിക്കറിയാം അവിടെ ഉള്ളവർ നമ്മളെ വെച്ച് പൈസ മേടിക്കുന്ന ടൈപ്പ് ആയതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല, ഓക്കെ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് 250 രൂപയ്ക്ക് നമ്മൾ റെഡിയാക്കി. ഞങ്ങൾ 3 പേരും കൂടെ, ഞങ്ങൾ 2 പേരും ബാക്ക് സീറ്റിലിരിക്കുന്നു, പിള്ളേർ മടിയിലിരിക്കുന്നു. കുറച്ച് വണ്ടി അങ്ങ് മുന്നോട്ട് പോയപ്പോഴത്തേക്കും ഈ ഡ്രൈവർ വേറൊരാളെ ഇങ്ങോട്ട് അതിനകത്ത് കയറ്റി, അവരുടെ ഗ്രൂപ്പിലുള്ള ഒരാൾ. നമ്മളത് മൈൻഡ് ചെയ്തില്ല, അങ്ങ് പോയിട്ട് ബോംബെ സെൻട്രലിൽ എത്തിയപ്പോഴത്തേക്കും ഈ രണ്ടാമത് കയറിയ ആള് ഡ്രൈവറുടെ സീറ്റിൽ ഇരുന്നിട്ട് പൈസ ചോദിക്കുകയാണ്. അപ്പോൾ പൈസ ചോദിക്കുമ്പോൾ ഞാനങ്ങനെ 250 രൂപ എണ്ണിയിട്ട് കൃത്യമായിട്ട് അങ്ങ് കൊടുത്തു. 250 രൂപ കൊടുത്തു. എന്നിട്ട് അയാൾ എണ്ണിയിട്ട് പറയുകയാണ് 50 രൂപ, സാബ് 50 രൂപ കം ഹേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ എൻ്റെ നമ്മൾ ബാങ്കിലൊക്കെ ആയതുകൊണ്ടാവാം, ഒരു 2-3 പ്രാവശ്യം എണ്ണാതെ ആർക്കും പൈസ കൊടുക്കാറില്ല. അപ്പോൾ എനിക്കറിയാം ഞാൻ 2 100-ഉം ഒരു 50 രൂപ കൊടുത്തായിരുന്നു. അപ്പോൾ അയാൾ പറയാണ് സാബ് 50 രൂപ കം ഹേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നോനോ, ഞാൻ മേ ദിയാന 200 और 50 ദിയാന എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഓർത്തിരിക്കണത് എനിക്ക് അത്ര ഹിന്ദി അറിയില്ല എന്ന് വിചാരിച്ചായിരിക്കും. അപ്പോൾ പുള്ളി പെട്ടെന്ന് ഓക്കെ ഓ ഓ ഓ 50 आपने दिया, ഓക്കെ वो 50 काटा है वो ചേഞ്ച് करना पड़ेगा എന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു കീറിയതാന്ന് പറഞ്ഞ് ഞാൻ നോട്ട് എനിക്ക് തിരിച്ചു തന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ നമുക്ക് ഇപ്പോൾ കീറിയതാണെന്ന് നമ്മൾ അത്ര നോക്കിയിട്ടില്ലാത്തതുകൊണ്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ 50 രൂപ മേടിച്ചിട്ട് വേറെ ഒരു 50 രൂപ കൊടുത്തത് ഞാനൊന്ന് വാച്ച് ചെയ്തപ്പോൾ ഇവരത് മേടിക്കും ഒപ്പം കൈകൊണ്ട് കീറണത് കീറണുണ്ട്. അപ്പോൾ അത് പറഞ്ഞ് സാബ് ഓ ബി കാട്ടാഹേ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എനിക്ക് ദേഷ്യമായി. ഞാൻ പറഞ്ഞു മേ ദേക്ക കിസ്നെ കാട്ട മേ ദേക്കാന്ന് പറഞ്ഞിട്ട് പറഞ്ഞ നമുക്കറിയാവുന്ന ഹിന്ദിയിലൊക്കെ വെച്ചിട്ട് നല്ല ഡയലോഗ് പറഞ്ഞു. അപ്പോഴത്തേക്കും ഈ പുള്ളി കാറ്, നമ്മുടെ സാധനങ്ങളൊക്കെ കാറിലാണല്ലോ, കാറ് തുറക്കാനും ഒന്നും സമ്മതിക്കില്ല. സാധനം നടക്കുന്നത് സാമാൻ നാക്കി തേക്കാന്നൊക്കെ പറയും. അപ്പോഴത്തേക്കും ഞാൻ ശരിക്കും പറഞ്ഞാൽ അന്നേരം എങ്ങനെ ഒരു ധൈര്യം വന്നൊന്നും എനിക്കറിയില്ല. ഞാൻ വേഗം വൈഫിനെയും പിള്ളേരെയൊക്കെ ഇറക്കിയിട്ട് ബലമായിട്ട് തന്നെ അവരെ മാറ്റി നിർത്തിയിട്ട് ലഗേജൊക്കെ എടുത്തിട്ട് ഞാൻ അബി പോലീസ് കംപ്ലൈൻറ്റ് കരകാന്നൊക്കെ പറഞ്ഞു ബഹളമൊക്കെ ഉണ്ടാക്കി. ഞങ്ങൾ ഇതൊക്കെ ആയിട്ട് അവിടെ പോയി ബോംബെ സെൻട്രലിലേക്ക്, റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. പക്ഷെ അതൊരു നമുക്കൊരു പേടിയുള്ള ഒരു സംഭവമായിരുന്നു. എന്നിട്ട് അവർ പുറകിലേക്ക് പിന്നെ വന്ന് നോക്കുക ചെയ്തു നമ്മളെ വല്ല കംപ്ലൈൻറ്റ് കൊടുക്കണമെന്ന്. പക്ഷെ നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയില്ല, ഭയങ്കര ജനല്ലേ, ഒന്നും ഇല്ല. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ പുറത്തുള്ള ജീവിതത്തിൽ ഒരു പ്രചോദനം എന്ന് വെച്ചാൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ്. നമ്മളത് അന്ന് ഞാനനുസരിച്ച് അവർ പറയണനുസരിച്ച് ഇപ്പം നമ്മൾ മേടിച്ച് 50 രൂപ കുറവാ 50 രൂപ കൊടുത്തെങ്കിൽ അവർക്ക് ലാഭമാണ്, ആ രീതിയിൽ മേടിക്കാനായിരുന്നു പ്ലാൻ.
പിന്നെ നമ്മളെ ഇങ്ങനെ പറ്റിച്ച് വേറെ ഒന്ന് കളിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഔട്ട്സൈഡ് സ്ഥലങ്ങളിൽ നമുക്ക് അങ്ങനെയുള്ള ഫീലിംഗ് വരുന്ന രീതിയിലെ ഒരു കേന്ദ്രമാണ് ഈ ബോംബെ. ബോംബെ സകല ഒരു മനുഷ്യന് നന്നാവാനും ചീത്തയാവാനും സാഹചര്യമുള്ള ഒരു സ്ഥലമാണ് ബോംബെ. ഈ ബോംബെയിൽ ഞാൻ അതിനു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ ഒരു ലാത്തി ചാർജിൽപ്പെട്ട കാര്യം, അത് 1981 അപ്പം ഫസ്റ്റ് ജോലി കിട്ടി പോകുന്ന 81. ഇത് 96 കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ 81 തന്നെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ബോംബെയുടെ ഏറ്റവും വലിയ സഞ്ചാരത്തിന്റെ ഏറ്റവും വലിയ ഹേതു എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇലക്ട്രിക് ട്രെയിനാണ്. ആ ഇലക്ട്രിക് ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നല്ല, ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഒരു നിസ്സാര സമയമാണ് സ്റ്റേഷനിൽ നിർത്തുകയുള്ളൂ. അപ്പോൾ ഒരു തള്ള് ആയിട്ട് ആൾക്കാർ പുറത്തേക്കും വരും, ഒരു തള്ളായിട്ട് ആൾക്കാർ അകത്തേക്കും പോകും. അപ്പം നമ്മൾ ആദ്യമൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് വേദനിച്ചാലോ ബുദ്ധിമുട്ടായാലോ എന്ന് ഓർത്ത് നമ്മളിരിക്കുമ്പോൾ നമുക്കിട്ടായിരിക്കും ഇടികൊള്ളുന്നത്, ഈ മുട്ടുകൈയൊക്കെ വെച്ചായിരിക്കും. അപ്പം നമ്മൾ അവിടെ ചെന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നമുക്ക് പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ നമ്മൾ കൈ ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ പോയാലേ ഇലക്ട്രിക് ട്രെയിനിൽ കയറാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ നെഞ്ചത്തിന് ഇടി വരാതിരിക്കാൻ. അതുപോലെ പിക്ക് പോക്കറ്റ് എന്ന് പറഞ്ഞ കോമൺ ആണ് അവിടെ. ബോംബെയിൽ താമസിച്ചുള്ളവർക്കിട്ട് പോക്കറ്റ് അടി അല്ലെങ്കിൽ പേഴ്സ് നഷ്ടപ്പെടാത്തവരാരുമില്ല. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് പേഴ്സൊന്നും പോയിട്ടില്ല. നമ്മൾ ഇച്ചിരി സൂക്ഷിക്കുന്ന ഒരു ഇത് ഞാൻ ശ്രദ്ധിക്കുന്നതുകൊണ്ടാവാം. പക്ഷെ എനിക്ക് ഈ ആൾക്കാരുടെ കയ്യിലൊക്കെ സൂട്ട് കേസൊക്കെ ഉണ്ടാകുമ്പോൾ അത് തല്ലി വടി കൊണ്ട് അടിച്ചിട്ട് മേടിക്കുന്ന ഇതുണ്ട്. അങ്ങനെ ഒരാളുടെ സൂട്ട് കേസ് അടിച്ച് പിന്നെ അതിൻ്റെ അടി എൻ്റെ കാലിൽ കൊണ്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ വണ്ടി എവിടെയെങ്കിലും ഒരു സ്പീഡ് കുറയ്ക്കുകയാണെങ്കിൽ ഈ ചോപ്പടയിലുള്ള ആൾക്കാർ താമസിക്കുന്നുണ്ട്. ചോപ്പട എന്ന് പറഞ്ഞാൽ ഈ കുടിൽ വെച്ച് കെട്ടി താമസിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ കുറേ പേര് ഇങ്ങനെ ലൈനായിട്ട് നിന്നിട്ട് വണ്ടി സ്പീഡ് കുറയുന്ന സമയം നോക്കി ഒരു വടി എടുത്തിട്ട് കാരണം ഭയങ്കര തിരക്കായതുകൊണ്ട് ഒത്തിരി പേര് ഇങ്ങനെ വാതിക്കെ തൂക്കിക്കിടന്നായിരിക്കും പോകുന്നത്. അപ്പോൾ കയ്യിൽ പിടിക്കുമ്പോൾ ഈ കൈക്കെട്ടിങ്ങനെ അടിക്കുമ്പോൾ ബാഗ് താഴോട്ട് പോകും. അപ്പോൾ ആ ബാഗ് താഴോട്ട് പോകുമ്പോൾ അവർക്കത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം വേറെ അവന് ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ ചാടാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു പ്രാവശ്യം അടിച്ചപ്പോൾ അടി ബാഗിൻ്റെ ഉള്ളതിന് പകരം എൻ്റെ കാലിൻ്റെ കൊണ്ടാണ്, എൻ്റെ കാലെ കൊണ്ട് അങ്ങനെയുള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ എൻ്റെ വാച്ച് അന്ന് സ്ട്രാപ്പായിരുന്നു വാച്ച്. അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഒരാളിങ്ങനെ സ്ട്രാപ്പിൽ വലിച്ച് അത് പൊട്ടിച്ചു. പക്ഷെ അവർക്ക് വാച്ച് കിട്ടിയില്ല, പൊട്ടിച്ചു. അത് പിന്നെ ഞാനിപ്പോൾ എപ്പോഴും ചെയിനെ ഉപയോഗിക്കുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പം അത്രത്തോളം ഒരു പരിധി വരെയ്ക്ക് ഇപ്പോഴും ഉണ്ടാവും ഈ ബോംബെയിലാണെങ്കിൽ തന്നെ. കാരണം ജനത്തിൻ്റെ തിരക്കിന് കുറവൊന്നുമില്ലല്ലോ. ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ബോംബെ ഇപ്പോഴും. പക്ഷെ ആളുകൾക്ക് നന്നാവാൻ പണ്ട് കാലത്ത് ഗൾഫ് പോലെ ഉള്ള ഒരു ദുബായ് പോലത്തെ ഒരു സ്ഥലമായിരുന്നു. ചെറിയൊരു ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ പഠിച്ച ആൾക്കാർ പോയി മിടുക്കരായി നല്ല ജോലിയൊക്കെ സമ്പാദിച്ച സന്ദർഭമാണ്. പക്ഷെ ഇന്നിപ്പോൾ വേറെ സ്ഥലങ്ങളുള്ളത് കൊണ്ട് ആൾക്കാർ അത്രത്തോളം അങ്ങോട്ട് പോകുന്നില്ല. എങ്കിൽ കൂടിയും പഴയ ബാലിശമായ അല്ലെങ്കിൽ ചീറ്റിംഗ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ 1980 81 കാലഘട്ടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ബോംബെക്ക് പോകുന്നത്. അപ്പോൾ ബോംബെയിൽ പോകുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് അപ്പോയിൻമെൻറ്റ് ഇന്ന സ്ഥലത്ത് ഈ ബോംബെക്കാന്ന് അറിഞ്ഞപ്പോൾ ശരിക്കും മനസ്സിലൊരു ഒരു 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 വിഭ്രാന്തിയാണ്. കാരണം നമുക്ക് അന്ന് ലോങ് യാത്രയൊന്നും ചെയ്ത് പരിചയമില്ല. പിന്നെ ഞങ്ങൾക്കുള്ള ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഒരുമിച്ചൊരു ബാച്ചായിട്ടുള്ള ആളുകളിൽ 6 പേര് ഒരുമിച്ചാണ് ബോംബെക്ക് പോയത്. ട്രാൻസ്ഫർ കിട്ടിയത് പല ഡിഫറെൻറ്റ് ബ്രാഞ്ചസിലാണ്. പക്ഷെ 6 പേര് ഒരുമിച്ചാണ് ഒരു ദിവസം യാത്രയാവുന്നത്. അപ്പോൾ എല്ലാവർക്കും കൂടെ വരാനുള്ള ഒരു സ്ഥലം എന്ന നിലയിൽ ആലുവ തിരഞ്ഞെടുത്തു. അപ്പോൾ ആലുവയിലേക്ക് ആലുവയിൽ നിന്ന് പോകാനായിട്ടുള്ള രീതിയിൽ എല്ലാ ക്രമീകരണവും ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ ആ പോകുന്നതിൻ്റെ തലേദിവസം എനിക്ക് ഉറക്കം വന്നിട്ടില്ല. അപ്പം അന്ന് ഉറങ്ങാൻ പറ്റിയില്ലെന്നുള്ളതാണ് സത്യം. അപ്പോൾ വെളുപ്പിന് ഫാദറും മദറും ഇങ്ങനെ സംസാരിക്കുകയാണ്. മോൻ പോയി കഴിഞ്ഞാൽ ബോംബെക്ക് എത്ര ദിവസം കൊണ്ട് അവിടെ ചെല്ലണേ, നമ്മൾ വിട്ട് ഇതുവരെ പോയിട്ടില്ലല്ലോ, എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ള ഒരു അവലാതി, അവരുടെ ഉള്ളിലുള്ള അവലാതി ഞാനിങ്ങനെ ഉറങ്ങാതെ കിടക്കുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായി. അപ്പം എനിക്കാണെങ്കിൽ നമുക്ക് ഇതുവരെ ഇല്ലാത്ത ഒരു പ്രത്യേകമായ ഒരു സ്ഥലത്തേക്കാണല്ലോ പോകുന്നത്. ബോംബെയെ കുറിച്ച് മഹാനഗരം എന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നത് ഈ കൂടെ 6 പേരുണ്ടെന്നുള്ളതാണ്. അപ്പം എന്നിരുന്നാലും നമുക്ക് ആ നാട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ശരിക്കും കണ്ണ് നിറഞ്ഞു. നമ്മൾ യാത്ര വീട്ടിൽ നിന്നൊക്കെ യാത്ര ചെയ്ത് പോകുന്നത്.
എൻ്റെ മൂത്ത ചേട്ടനും അപ്പച്ചനും കൂടെ ആയിരുന്നു യാത്ര അയക്കാനായിട്ട് ആലുവയിൽ വന്നത്. എൻ്റെ ഫാദർ ഒരിക്കലും കരഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അന്ന് യാത്ര അയക്കുന്ന സമയത്ത് കരഞ്ഞ് ഞാൻ കണ്ടു, കാരണം എന്നെ യാത്ര അയക്കുന്ന സമയത്ത്. അപ്പോൾ അത്രയ്ക്കും എന്ന് വെച്ചാൽ അവർക്ക് ആ വിഷമതകൾ അവർക്കുണ്ട്, നമ്മളോട് പറയുന്നില്ലെന്ന് മാത്രം. പക്ഷേ ബോംബെയിൽ ചെന്നിട്ട് മദർ പോകുന്ന സമയത്ത് പറയുന്നത് വെച്ചാൽ എല്ലാ ആഴ്ചയിലും ഒരു കത്തെഴുതണം എന്ന് പറയും. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ കത്തെഴുതി പോസ്റ്റ് ചെയ്തിട്ടാണല്ലോ ഇവിടെ ഇത്. ഇന്നത്തെ കാലത്തെ പോലെ മൊബൈലൊന്നും ഇല്ലല്ലോ. ഇന്നിപ്പോൾ നമ്മൾ എവിടെ എത്തി എന്നൊക്കെ നമുക്ക് കൂളായിട്ട് വിളിച്ചു പറയാം. പക്ഷെ അന്ന് നമ്മൾ പുറപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്ഥലത്ത് ചെന്ന് താമസമൊക്കെ കണ്ടുപിടിച്ച് നമ്മളൊരു കത്ത് എഴുതിയിട്ട് വേണം ആ കത്ത് തിരിച്ച് ഇവിടെ വന്നിട്ട് വേണം വിവരം അറിയാൻ. അപ്പം ആ രീതിയിൽ വന്നപ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ അമ്മച്ചി പറഞ്ഞതെന്നു വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയിലും ഒരു കത്ത് എഴുതണം മോന്, ഇവിടുന്ന് മറുപടി കിട്ടിയാലും കിട്ടിയില്ലേ. അപ്പം ഞാനത് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊവ്വാഴ്ച ദിവസം കത്തെഴുതാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്, ചൊവ്വാഴ്ച. അപ്പോൾ ചൊവ്വാഴ്ച കത്തെഴുതി കഴിഞ്ഞാൽ ബുധൻ, വ്യാഴം, വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച വീട്ടിലെത്തും. അപ്പോൾ എല്ലാ ചൊവ്വാഴ്ചയും കത്തെഴുതും. അപ്പോൾ എല്ലാ ചൊവ്വാഴ്ചയും കത്തെഴുതിയിട്ട് ആ കത്ത് അന്ന് തന്നെ പോസ്റ്റ് ചെയ്യും. അപ്പം മിക്കവാറും വെള്ളിയാഴ്ച പോസ്റ്റ്മാൻ വീട്ടിൽ കൊടുക്കും. അപ്പോൾ വീട്ടിൽ ഇൻ കേസ് വെള്ളിയാഴ്ച വീട്ടിൽ കിട്ടിയില്ലെങ്കിൽ ശനിയാഴ്ച കാലത്തെ അമ്മച്ചി പോസ്റ്റ് ഓഫീസിൽ റെഡിയാണ് കത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ അറിഞ്ഞത് ആ പോസ്റ്റ്മാൻ എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്. കാരണം വെച്ചാൽ ഇങ്ങനെ ഞാനത് വീട്ടിൽ എത്തിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം ശനിയാഴ്ച ദിവസം അമ്മച്ചി റെഡിയാണ് വീട്ടിൽ പോസ്റ്റ് ഓഫീസിൽ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇന്ന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുക്കും. പിന്നെ ബോംബെയിൽ ചെല്ലുമ്പോൾ നമ്മൾ പടത്തിൽ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ പുസ്തകത്തിൽ വായിച്ചിട്ടുള്ള പല കാര്യങ്ങളും നേരിട്ട് കാണുമ്പോഴുള്ള മനസ്സിലുള്ള ഒരു സന്തോഷം, അത് നമ്മുടെ ഒരു അധികം പ്രായമാവാത്ത ഒരു സ്റ്റേജിലാണല്ലോ, നമ്മൾ 19-20 വയസ്സുള്ള സമയത്താണ്. അപ്പം ഞങ്ങളുടെ ഓഫീസ് എന്ന് പറയുന്നത് ജോളി മേക്കർ ചേമ്പേഴ്സ് നമ്പർ 2-ൻ്റെ 13th ഫ്ലോറാണ്, 13ാമത്തെ നില. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കുക, 13ാമത്തെ നിലയിലാണ് നമ്മുടെ ഓഫീസ്. അപ്പോൾ 13ാമത്തെ നില ലിഫ്റ്റിലാണ് അന്ന് കയറുന്നത്. അപ്പോൾ ആ ലിഫ്റ്റിൽ കയറുമ്പോൾ ഉള്ള അനുഭവം, അതുപോലെ 13ാമത്തെ നിലയിൽ നിന്ന് എങ്ങനെ നമ്മളിനി ഒന്ന് ലിഫ്റ്റിന് വല്ലോ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നടന്നു പോകേണ്ടതായ ഒരു സിറ്റുവേഷൻ. പക്ഷെ അന്ന് ഒരു പ്രാവശ്യം ഞങ്ങൾ ഒന്ന് എക്സ്പീരിയൻസിന് വേണ്ടി ഈ 13 നിലയും കയറി നോക്കി. കാരണം അന്നത്തെ ആ നമ്മുടെ ചെറുപ്പത്തിൻ്റെ ഒരു എൻകറേജ്മെൻറ്റിനും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിനും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ പിന്നെ തൊട്ടടുത്താണ് ഒബിറോയ് ടവേഴ്സ്. ഒബിറോയ് ടവേഴ്സ് എന്ന് പറഞ്ഞാൽ ബോംബെയിലെ ഏറ്റവും വലിയ ഹോട്ടലാണ്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ നിന്ന് നമ്മൾ ആകാശത്തേക്ക് നോക്കണ പോലെ ഇരിക്കും ആ ബിൽഡിങ്ങിൻ്റെ ടോപ്പ് എത്താൻ. തൊട്ടിപ്പുറത്ത് എയർ ഇന്ത്യ ബിൽഡിംഗ് ആണ്. ഇത് രണ്ടുമാണ് അവിടുത്തെ ഏറ്റവും വലിയ ബിൽഡിംഗ്. അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ നിന്ന് ഇന്നൊക്കെ നമുക്ക് ഒരു മൊബൈൽ ഉണ്ടായിരുന്നെങ്കിൽ സെൽഫിയൊക്കെ എടുത്ത് നമ്മൾ നാട്ടിലേക്കൊക്കെ അയച്ച് ഭയങ്കരമായി ആഘോഷിച്ചാണ്. പക്ഷെ അന്ന് ഒന്നുമില്ലല്ലോ, നമ്മൾ കാണുന്നു, മനസ്സിലിങ്ങനെ സൂക്ഷിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒബിറോയ് ടവേഴ്സിൻ്റെ മുമ്പിൽ നിന്ന് മേലോട്ട് നോക്കുന്നു, താജ് ഇൻ്റർനാഷണലിൻ്റെ താഴെ നിന്ന് മേലോട്ട് നോക്കുന്നു. ഇതിൻ്റെ എല്ലാം പിക്ചർ നമ്മൾ മനസ്സിലാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഓരോ മറൈൻ ഡ്രൈവ് ലൂടെയൊക്കെ നടക്കുമ്പോൾ ആ കായൽ തീരങ്ങളിലൊക്കെ പോകുമ്പോൾ അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്കിപ്പം ഈ ഒരു അന്നത്തെ സ്റ്റേജിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആദ്യമായിട്ട് ഉള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നല്ലൊരു നമുക്ക് പറഞ്ഞറിയിക്കാൻ പോലാത്ത ഒരു എക്സ്പീരിയൻസാണ്. അപ്പോൾ അതിനൊക്കെ അങ്ങനെയുള്ള ഫീൽഡിലേക്ക് നമ്മൾ കടന്നുപോയി. പിന്നെ അന്നത്തെ ഏറ്റവും വലിയൊരു മറ്റൊരു ആകർഷണം എന്ന് പറയുന്നത് ടി വി ആയിരുന്നു. ടി വി നമ്മളുടെ ഇവിടെയൊക്കെ ടി വി വന്നത് എനിക്ക് തോന്നുന്നത് 87-88 കാലഘട്ടത്താണ്. അപ്പോൾ നമ്മൾ അതിനേക്കാളും ഒരു 8 വർഷമൊക്കെ മുമ്പാണല്ലോ പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ഇങ്ങനെ. അപ്പോൾ ആ ടി വി കടയിലൊക്കെ ഇരിക്കുന്നത് അതിൻ്റെ പ്രോഗ്രാമൊക്കെ കാണാൻ വേണ്ടി കടയുടെ മുമ്പിൽ ഒത്തിരി നേരം ഇങ്ങനെ നോക്കിയിരുന്നിട്ടുണ്ട് ടി വി കാണാൻ വേണ്ടിയിട്ട്. അപ്പം എന്ന് വെച്ചാൽ കളർ ടി വി ഒന്നും ആയിട്ടില്ല. അപ്പം ബോംബെ പോലുള്ള വൻ നഗരത്തിലുള്ള ടി വി അന്ന് വന്നിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ വളരെ കൗതുകത്തോടുകൂടി നോക്കി നിൽക്കുക. അതുപോലെ താമസിക്കുന്ന അറ്റ്മോസ്ഫിയർ എന്നൊക്കെ പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആണ്. കാരണം ഈ ഒരു മുറിയിൽ തന്നെ അനേകരുണ്ടാവും, നമുക്കൊരു പ്രൈവസി ഒന്നും അത്ര കിട്ടത്തില്ല. പിന്നെ നമ്മൾ താമസിക്കുന്ന ആ ബെഡ് മാറ്റി വെച്ചിട്ട് അവിടെ ഒരു സ്റ്റൗ വെച്ചിട്ടായിരിക്കും ഭക്ഷണം ഉണ്ടാക്കുന്നത്.
അങ്ങനെയൊക്കെയുള്ള ഒരു ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ ഇന്നത്തെ തലമുറയോട് അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എത്രത്തോളം അത് അബ്സോർവ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മളുടെ പഴയകാല ചരിത്രങ്ങൾ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇന്നത്തെ തലമുറ എൻജോയ് ചെയ്യുന്ന പോലെയൊന്നും അന്നത്തെ ആ കാലഘട്ടത്തിൽ നിന്ന് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. ഇന്നിപ്പോൾ നമുക്ക് മാരേജ് എന്ന് പറയുന്നത് ഒരു സെലിബ്രേഷനാണ്. മാരേജ് അപ്പം മിക്കവാറും ആളുകൾ പരസ്പരം കണ്ട് പരിചയപ്പെടാനുള്ള സന്ദർഭമൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഇപ്പോൾ കല്യാണമൊക്കെ ഫിക്സ് ചെയ്താൽ തന്നെ 3-4 മാസങ്ങൾ ഇങ്ങനെ അവരായിട്ട് ചാറ്റ് ചെയ്തും അവർ നേരിട്ട് കണ്ടും ഒക്കെയാണ്. പക്ഷേ ആ കാലത്തൊന്നും നമുക്കത് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ, ഞങ്ങൾ കല്യാണമൊക്കെ ഫിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് കാണണമെന്നുള്ളൊരു മനസ്സിൽ ഒരു തോന്നൽ വരുമ്പോൾ അതിനുള്ള പ്രചോദനം തരുന്നത് ഓഫീസിലുള്ള ലേഡീസ്, നമ്മുടെ ലേഡി കൊളീഗ്സ് ഒക്കെയാണ് കൂടുതൽ അതിന് വരുന്നത്. നിങ്ങൾ ഈ കല്യാണമൊക്കെ നിശ്ചയിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് മീറ്റ് ചെയ്യാനോ ഒക്കെ ഒന്ന് ഫോണൊന്നും അന്നില്ലല്ലോ. പക്ഷെ അത് ഉൾക്കൊള്ളാനായിട്ട് നമ്മുടെ വീട്ടുകാരോ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരോ അന്ന് അത്രത്തോളം ഡെവലപ്പ് ആയിട്ടില്ല. അപ്പോൾ അത് കാരണം ഈ നമ്മളുടെ പ്രതിസുത വധുവിനും പേടിയാണ് ഒന്ന് സംസാരിക്കാനോ, അല്ലെങ്കിൽ നമുക്കൊന്ന് വേണമെങ്കിൽ പള്ളിയിൽ നിന്ന് വരാം എന്നൊക്കെ പറഞ്ഞാൽ, പള്ളിയിൽ വെച്ച് കാണാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വരാനൊന്നും ധൈര്യമില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ പ്രേമിക്കാൻ പോലും പേടിയുള്ള കാലഘട്ടമാണത്. പ്രേമമൊക്കെ ഒരു മോശമായിട്ടുള്ള ഒരു കാലഘട്ടം. അപ്പം ആ ചിന്തകളൊക്കെ ചിന്തിച്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി പറയാനുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ജീവിതം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കൂടിയിലും നമുക്ക് പല തട്ടിലും നമുക്ക് ഒത്തിരി ഉന്നതിയിലേക്ക് കടന്നു വരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഒരു കഴിവ് കൊണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, എൻ്റെ കഴിവ് കൊണ്ട് അല്ല. പക്ഷെ ദൈവത്തിൻ്റെ അനുഗ്രഹം, അതുപോലെ മാതാപിതാക്കളുടെ അനുഗ്രഹം, അവരുടെ സത്യസന്ധമായ ജീവിതം കൊണ്ടും അതിൻ്റെ ഒരു ബെനിഫിറ്റ് തലമുറയിൽ വരുന്ന ഞങ്ങൾക്ക് ലഭിക്കും. പിന്നെ സഹോദരങ്ങളുടെ കൂട്ടു ഉത്തരവാദിത്വം, അങ്ങനെ എല്ലാവരെയും ഉൾക്കൊണ്ടാണ് നമുക്ക് ഈ നിലയിലേക്ക് എത്താൻ പറ്റിയത്. അപ്പം ഔദ്യോഗിക ജീവിതത്തിലാണെങ്കിലും തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ജോലി കിട്ടി. അത്യാവശ്യം ഒരു പൊസിഷനിലേക്ക് നമ്മൾ വന്ന് ജോലിയിൽ നിന്ന് വിരമിച്ചു. പക്ഷെ വിരമിച്ചാലും ഇപ്പോഴും ആ വിരമിച്ച പോലെ ഒന്നും തോന്നുന്നില്ല. ഒരു പ്രായമായെന്നുള്ള ഒരു ചിന്താഗതി ഒന്നും ഇപ്പോഴും തോന്നുന്നില്ല. ഒരു 60 വയസ്സ് കഴിഞ്ഞ ഒരു സീനിയർ സിറ്റിസനാണ് ഞാനെന്ന് എനിക്കൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ തോന്നിയിട്ടില്ല. കാരണം ഒരുപക്ഷെ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുമായിരിക്കും പ്രായമായെന്ന്. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു ചെറുപ്രായത്തിലുള്ള ആ ഒരു ഫീലിങ്സ് തന്നെയാണ്. അതൊരു പക്ഷെ നമ്മളുടെ മാതാപിതാക്കളുടെ കാലത്ത് അവരെ നമ്മൾ ഈ പ്രായത്തിലേക്ക് കാണുമ്പോൾ അവർ ഒത്തിരി വയസ്സന്മാരായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള നമ്മുടെ മക്കളും നമ്മളെ അതുപോലെ വയസ്സന്മാരായിട്ടായിരിക്കും കാണുന്നത്. പക്ഷെ നമ്മുടെ മനസ്സിൽ വയസ്സൊന്നുമില്ല. കാരണം അതൊരു വളരെ ഫ്രാങ്കായിട്ട് പറയണം. കാരണം നമുക്ക് വയസ്സായെന്നൊരു തോന്നലില്ല. പിന്നെ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും ഒരു പക്ഷെ അതിപ്പോൾ ചെറുപ്പക്കാർക്ക് ആരോഗ്യ പ്രശ്നമുണ്ടല്ലോ, വയസ്സന്മാർക്ക് മാത്രമല്ലല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വയസ്സായി എന്നുള്ളൊരു തോന്നലൊന്നും ഇപ്പോഴും ഇല്ല. നമുക്കിനിയും ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം. ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ അതിനകത്തൊരു സൈഡായിട്ട് ഇപ്പോൾ ചെയ്യുന്നത് കുറച്ച് ബൈബിൾ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ആത്മീയപരമായിട്ട് ചില താല്പര്യമുള്ള ബൈബിൾ പഠിക്കാനും അതിനോട് ബന്ധപ്പെട്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് അത് പഠിക്കാനുള്ള സന്ദർഭം കിട്ടുന്ന രീതിയിൽ കുറച്ച് ബുക്കുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ എഴുതണമെന്നുണ്ട്. അതുപോലെ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് പുതിയ വീടുകളോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോജക്റ്റോ ഒക്കെ നമുക്ക് അതിനകത്ത് ഭാഗമാക്കാനായിട്ട് സാധിക്കണം. കാരണം നമുക്കിനി പ്രായമായി റിട്ടയറായി നമ്മളെ കൊണ്ട് ഇനി ഒന്നും കൊള്ളൂല എന്നുള്ളൊരു തോന്നലൊന്നും വരില്ല. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് പോയി. അപ്പം കുടുംബപരമായിട്ട് മക്കൾ നല്ല നിലയിലെത്തണം എന്നുള്ള ആഗ്രഹം, അവരെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അവർ നല്ല നിലയിൽ ആയിട്ടുണ്ട് എന്നാണ് അവർക്ക് ഇനിയും കൂടുതൽ ഉന്നതിയിലേക്ക് വരാനായിട്ട് നമുക്ക് പറ്റാവുന്ന രീതിയിൽ അവരാക്കി. ഇനിയിപ്പോൾ അവർ സ്വയമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നു. അവർക്ക് പറ്റാവുന്ന പ്രോത്സാഹനങ്ങളും നല്ല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക. അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മളെ അവർ കെയർ ചെയ്യുക. ഞാൻ പറയുകയാണെങ്കിൽ മാതാപിതാക്കളെ അവരെത്ര സാമ്പത്തികമുള്ളവരാണെങ്കിലും മക്കൾ കെയർ ചെയ്യണം. കാരണം മക്കളുടെ കടമ എന്ന് പറയുന്നത് ആ മാതാപിതാക്കളെ അതായത് നമ്മൾ ചെറിയ കുഞ്ഞു പ്രായത്തിൽ മക്കളെ എടുത്ത് വളർത്തി പരിപാലിച്ച പോലെ പ്രായമാകുമ്പോൾ നമുക്കൊരു വല്ലായ്മ വരുമ്പോൾ ആ മാതാപിതാക്കളെ പരിപാലിക്കാനായിട്ട് മക്കൾക്ക് കടമയുണ്ട്. അതവർ ചെയ്യുന്നില്ലെങ്കിൽ അതൊരു വലിയൊരു കടമാണ്. ജീവിതത്തിൽ അതൊരു വലിയൊരു കടമായി തീരും.
അതുപോലെ അവർക്ക് പെൻഷനായിട്ടും അല്ലെങ്കിൽ മറ്റ് കൃഷി കാര്യങ്ങളായിട്ടൊക്കെ ഒത്തിരി അത്യാവശ്യം പൈസ ജീവിക്കാനൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും മക്കള് അവർക്ക് പൈസ കൊടുക്കണം, അവർക്ക് ഒരു വിഹിതം കൊടുക്കണം. കൊടുക്കുക എന്ന് പറയുന്നത് അവരുടെ അവർക്കത് അതിൻ്റെ ഒരു റിവാർഡ് എന്ന് പറയുന്നത് ദൈവത്തിന് കൊടുക്കണ പോലെ 30, 60, 100 പേരെയായിട്ട് തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞ പോലെ മാതാപിതാക്കളെ കരുതുന്ന ഒരു മകനോ ഒരു മകളോ ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഞാൻ ഒന്ന് എംഫസൈസ് ചെയ്ത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒത്തിരി ഈ മാതാപിതാക്കളെ നോക്കാനായിട്ട് സമയവും സന്ദർഭവും അല്ലെങ്കിൽ മനസ്സുമില്ലാത്ത ഒത്തിരി ആൾക്കാരുള്ള ഒരു കാലഘട്ടമായതുകൊണ്ടാണ്. പക്ഷെ അവരെ ഇപ്പൊ ഞാനൊക്കെ പറയുകയാണെങ്കിൽ എൻ്റെയൊക്കെ ജീവിതത്തിലെ അനുഗ്രഹത്തിന്റെ ഏറ്റവും വലിയ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ മാതാപിതാക്കളെ കെയർ ചെയ്തിട്ടുണ്ട്. കാരണം അങ്ങനെ കെയർ ചെയ്തില്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അത് തന്നെ അവർക്കൊരു കുറ്റബോധമാണ്. അപ്പോൾ അത് അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കുത്തലായിട്ട് വരും, ഒരു കടമായിട്ട് ബാക്കി നിൽക്കും. അപ്പോൾ ആ ഇത് ഒരു ആൾക്കും ഒരു തലമുറയ്ക്കും അത് സംഭവിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് കിട്ടിയ ആ സന്ദർഭത്തിൽ അത് എത്രത്തോളം നമുക്കുണ്ടോ അതിനെ നമ്മൾ ഹാപ്പിയായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കണം. നമ്മളൊരു വയസ്സായെന്നോ രോഗിയായെന്നോ ഒരിക്കലും ചിന്തിക്കരുത്. മുന്നോട്ട് എല്ലാവരും ഒരേ രീതിയിൽ മുന്നോട്ട് പോകണം. അത് ഏത് പ്രായത്തിലും മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് നിങ്ങളോടുള്ള ഒരു അഭ്യർത്ഥന.